നമ്മളോട് പലരും പലപ്പോഴായിട്ട് നമ്മൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് വർക്കറിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? കെ എസ് ഇ ബിയിൽ വർക്കർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഒഴിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിന് മുന്നേ തന്നെ ഇനിയിപ്പം വർക്കർ എന്നുള്ള രീതിയിലായിരിക്കില്ല നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക, ജൂനിയർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് വരുന്നുണ്ടാവും. അപ്പോൾ അതിൽ എത്ര ഒഴിവുകളുണ്ട്, അതേപോലെ എന്താണ് ഇനിയിപ്പം എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. ഇപ്പൊ എന്താ, കെ എസ് ഇ ബി വർക്കർ തസ്തികയിൽ 4000-ലധികം ഒഴിവുകളുണ്ട്. പക്ഷെ എന്താ, വിജ്ഞാപനമില്ല. ഇരുട്ടിൽ തപ്പി കെ എസ് ഇ ബി. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ന്യൂസ് പേപ്പർ ഫീഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സ്ഥിര നിയമനം വൈകിപ്പിക്കുന്നു. നമുക്ക് അതിലെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയിൽ 4000-ലധികം ഒഴിവുകളുണ്ടായിട്ടും കെ എസ് ഇ ബി വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാത്തതിനെ തുടർന്ന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിൽ. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പി എസ് സി തയ്യാറാണെങ്കിലും പി എസ് സി വഴിയുള്ള നിയമനത്തിന് പകരം മറ്റു മാർഗങ്ങളിലൂടെ ഒഴിവ് നികത്താനാണ് കെ എസ് ഇ ബിയുടെ നീക്കം. ബോർഡിൽ നിന്ന് വിരമിച്ചവരെയും മുൻപ് കരാർ ജീവനക്കാരായിരുന്നവരെയും ഈ തസ്തികയിൽ നേരത്തെ താൽക്കാലിക വ്യവസ്ഥയിൽ നിയമിച്ചിരുന്നു. ഇവരുടെ കാലാവധി നീട്ടി നൽകാനും ജോലി ചെയ്യുന്ന ദിവസം കണക്കാക്കി പ്രതിമാസം ഉയർന്ന പരിധി പരിഗണിക്കാതെ ശമ്പളം അനുവദിക്കാനും ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. പി എസ് സി നിയമനം കാത്തിരിക്കുന്നവരെ നിരാശരാക്കുന്ന ഈ നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയരുന്നുണ്ടെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പി എസ് സി നിയമനം വൈകിപ്പിക്കുകയാണെന്നാണ് അധികൃതർ പറയുന്നത്. വർക്കർ തസ്തികയിൽ നിലവിൽ 1909 ഒഴിവുകളാണുള്ളത്. 1909 ഒഴിവുകളാണ് ഉള്ളത്. അത് കൂടാണ്ട് 3085 പേർക്ക് എന്ത് ചെയ്യാം, ലൈൻമാൻ ഗ്രേഡ് 2 തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതോടുകൂടി ആകെ ഒഴിവുകൾ 4994 ആവും. ഓക്കെ, 4994 ഒഴിവുകൾ മൊത്തത്തിലാവും. ഓക്കെ, അപ്പോൾ 4994 ഒഴിവുകളാണ് ഉണ്ടാവുക. ഇപ്പം 1950 ഒഴിവുകളാണ് പ്രസന്റ് ഉള്ളത്. പിന്നെ ഇതിന് സ്ഥാനക്കയറ്റം മൂലം വർക്കർ തസ്തികയിൽ 3085 ഒഴിവുകൾ കൂടി അവിടെ ഉണ്ടാവും. ടോട്ടൽ 4994 ഒഴിവുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്നതാണ് ഈ ഒരു വിജ്ഞാപനം വർക്കർ തസ്തികയിൽ മുന്നേ വിജ്ഞാപനം വന്നിട്ട് ഏകദേശം 14 വർഷമായിട്ടുണ്ട്. കാരണം വെച്ചാൽ 2011 മാർച്ച് 31-നാണ് ഈ തസ്തികയിൽ അവസാനമായി പി എസ് സി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. 4-ാം ക്ലാസ് വിജയമായിരുന്നു അടിസ്ഥാന യോഗ്യത. 10-ാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. ജില്ലാതലത്തിൽ പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ 2013 സെപ്റ്റംബർ 30-ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരികയും 14 ജില്ലകളിലുമായി 4020 പേർക്ക് നിയമന ശുപാർശ ലഭിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ ശുപാർശ നടന്നത് തൃശൂർ ജില്ലയിലായിരുന്നു, 514. കുറവ് വയനാട്. അപ്പോൾ ഇതിൽ ഇനിയിപ്പോ വർക്കർ എന്നുള്ളത് ജൂനിയർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലേക്കായിരിക്കും. അതിലേക്ക് നമുക്ക് വരാം. അതിന്റെ ആ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അപ്പൊ നിയമന ശുപാർശ കഴിഞ്ഞ പ്രാവശ്യം 450 തിരുവനന്തപുരത്ത്, കൊല്ലത്ത് 132, പത്തനംതിട്ട 141, ആലപ്പുഴ 276, ഇടുക്കി 172, സോറി കോട്ടയം 172, ഇടുക്കി 148, എറണാകുളം 263, തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ 514, 449 പാലക്കാട്, മലപ്പുറം 384, കോഴിക്കോട് 463, വയനാട് 91, കണ്ണൂർ 412, കാസർഗോഡ് 125, ടോട്ടൽ 4020 പേർക്കാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. ഇനിയിപ്പോ നിങ്ങൾക്കറിയാം, ആ ഒരു ഡ്രാഫ്റ്റ് പ്രകാരം വർക്കർ എന്നുള്ള എന്തായി, ഒരു സ്പെഷ്യൽ റോൾ പ്രകാരം വർക്കർ എന്നുള്ളതിന് ജൂനിയർ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്നുണ്ടാവുക. അതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് 10ഉം IT എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇലക്ട്രിസിറ്റി വർക്കർ തസ്തികയുടെ പേരും യോഗ്യതയും കെ എസ് ഇ ബി പുതുക്കി ജൂനിയർ ടെക്നീഷ്യൻ എന്നാണ് പുതിയ പേര്. മുൻപ് 4-ാം ക്ലാസ് വിജയമായിരുന്ന യോഗ്യത, ഇപ്പെങ്കിൽ ഇപ്പോൾ 10-ാം ക്ലാസ് വിജയം, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ കോഴ്സിൽ ITI സർട്ടിഫിക്കറ്റും വേണം. ഇതോടൊപ്പം പോസ്റ്റിൽ കയറുവാനുള്ള മികവും ഇരുചക്ര വാഹന ലൈസൻസും നിർബന്ധമാണ്. പി എസ് സിയുടെ അംഗീകാരത്തിനായി കെ എസ് ഇ ബി സമർപ്പിച്ച സ്പെഷ്യൽ റൂളിലെ നിർദ്ദേശങ്ങളാണ് പുതിയ യോഗ്യതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പി എസ് സിയുടെ അംഗീകാരം പി എസ് സി അംഗീകരിക്കുന്നവരെ യോഗ്യതാ മാറ്റം നടപ്പാക്കും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ ഉള്ളത് എന്താ, ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ തന്നെയായിരിക്കും അവർ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പൊ അത് വർക്കർ എന്നുള്ള എന്താ, ജൂനിയർ ടെക്നീഷ്യൻ എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ അത് ഉദ്യോഗാർത്ഥികളുടെ സൈഡിൽ ഒന്നും കൂടി ഒന്ന് സമ്മർദ്ദം ചെലുത്തുവാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതേപോലെ കെ എസ് ഇ ബിയിലുള്ള വർക്കേഴ്സിന്റെ അസോസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ നിന്നൊക്കെ വീണ്ടും ഒരു സമ്മർദ്ദം ചെലുത്തുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ, വർക്കർ അല്ലെങ്കിൽ ജൂനിയർ ടെക്നീഷ്യൻ, അതായത് ഒരു 3 മാസത്തിനുള്ളിൽ പി എസ് സി എന്ത് ചെയ്യാം, ആ ഒരു സ്പെഷ്യൽ റൂൾ അംഗീകരിക്കുന്ന രീതിയിലാണ് പറഞ്ഞതെന്ന് കേട്ടത് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഒരു വർക്കറിന്റെ അല്ലെങ്കിൽ ജൂനിയർ ടെക്നീഷ്യന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പി എസ് സിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ IT ക്വാളിഫിക്കേഷൻ ഉള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സുവർണ അവസരം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്യാവശ്യം നല്ലൊരു വേക്കൻസി ഉണ്ട്. ഓക്കെ ആണല്ലോ, 4994 വേക്കൻസിയാണ് ടോട്ടൽ ഉണ്ടാവുക എന്നുള്ളത്. 1909 ഇപ്പോഴുണ്ട്, 3085 ഇനി പ്രൊമോഷൻ വഴി
കിട്ടുന്നുണ്ടാവും. അപ്പൊ 4,994 ഒഴിവുകൾ എന്ത് ചെയ്യാം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു റീലത്തിന്റെ ആരെയും ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ഉണ്ടാവും. അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ എനിവേ ഒരു നല്ലൊരു ന്യൂസ് തന്നെയാണെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വേണം നമുക്ക് എന്ത് ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിന് ഉദ്യോഗാർത്ഥികളുടെ സൈഡിൽ നിന്ന് കൃത്യമായിട്ട് എന്ത് അതിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ന്യൂസ് പേപ്പർ ഫീഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.